ശരിക്കും പറഞ്ഞ സാറേ, ഞാൻ സാർ അത് സൂചിപ്പിച്ചുകൊണ്ട് ഈ അർഷദ് മേത്തയുടെ ഒരു സ്റ്റോറി ഇപ്പോൾ നമ്മളിപ്പോൾ സീരീസ് ഒക്കെ ഇറങ്ങിയപ്പോൾ ഞാനൊക്കെ വായിച്ചു നമ്മൾ. പക്ഷേ ഒരു തരത്തിൽ ഈ അർഷദ് മേത്ത നമ്മുടെ ഈ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് ആളുകൾ കൂടുതൽ വരാൻ കാരണക്കാരനായിട്ടുണ്ടല്ലേ? 100% ഈ ഓരോ സ്കാമും അർഷദ് മേത്ത മാത്രമല്ല, അതിനുശേഷം 2001 കെതൻ പരേഖ് എന്ന് പറഞ്ഞ ഒരാൾ, അതൊക്കെ ഇവരുടെ പേര് ഫ്രണ്ടിൽ നിൽക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. ഇവർ ശരിക്കും കുറേയേറെ ആളുകളെ ഫീൽഡിലേക്ക് വരാനായിട്ട് അട്രാക്റ്റ് ആക്കിയിട്ടുണ്ട്. അത് എല്ലാ സ്റ്റോക്ക് മാർക്കറ്റുകളിലും ലോകത്തെല്ലായിടത്തും അങ്ങനെയാണ് സംഭവിക്കുന്നത്. ഇപ്പോൾ ഇവിടെ ഹർഷദ് മേത്ത ചെയ്ത ഒരു ക്രൈം എന്തായിരുന്നെന്ന് ചോദിച്ചാൽ, അദ്ദേഹത്തിന് കാശ് കിട്ടാൻ തുടങ്ങിയതോടുകൂടി അദ്ദേഹം എവിടെ നിന്നൊക്കെ കാശ് കിട്ടാനുള്ള വഴിയുണ്ടെന്ന് നോക്കി. അങ്ങനെ പുള്ളി നോക്കിയപ്പോൾ നമ്മുടെ സിസ്റ്റത്തിനകത്ത് ഇഷ്ടം പോലെ 100%. അതാണ് പുള്ളി. ആ ലൂപ്പ് ഹോൾസ് ഇഷ്ടം പോലെ അന്നുണ്ടായിരുന്നു, ബാങ്കിങ് സിസ്റ്റത്തിനകത്തുണ്ടായിരുന്നു. അതൊക്കെ പുള്ളി മുതലെടുത്തു. പിന്നെ നമുക്കറിയാമല്ലോ, ബിസിനസ് എന്ന് പറഞ്ഞാൽ പണം ഒഴുകി എത്തുന്നിടത്ത് ആളുകൾ ചെറിയ കുറുക്കുവഴികളിലൂടെ നോക്കും, എപ്പോഴും നോക്കും. അതിപ്പോൾ ഇപ്പോഴും ആളുകൾ നോക്കും. അപ്പോൾ ആ ഒരു കാര്യത്തിൽ ഇയാൾ ശരിക്കും സ്മാർട്ടായിട്ടുള്ള ആളായിരുന്നു, വളരെ സ്മാർട്ടായിട്ടുള്ള ആളായിരുന്നു. പിന്നെ ഇത് എവിടെയാണ് പരാജയപ്പെട്ടതെന്ന് ചോദിച്ചാൽ, ഇയാൾ ഓവർ കോൺഫിഡൻറ്റും ഓവർ സ്മാർട്ടും ആകുന്ന ഒരു സ്റ്റേജുണ്ട്. ആ ഒരു സ്റ്റേജിൽ ഇയാൾ വൻതോതിൽ ബാങ്കിൽ ഓഫീസേഴ്സിനെയൊക്കെ സ്വാധീനിച്ച് പണങ്ങളെല്ലാം എടുക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും ആ ന്യൂസ് വല്ലാതെ വെളിയിലോട്ട് വന്നു. ആ ന്യൂസ് വെളിയിലോട്ട് വന്ന് അത് ബേസ്റ്റ് ആയപ്പം പിന്നെ അദ്ദേഹത്തിന് പിടിച്ചിരിക്കാൻ പറ്റാതായി. പിന്നെ അദ്ദേഹത്തെ പിന്നീടിപ്പം ആളുകളൊക്കെ പറയുന്നത് അദ്ദേഹം വലിയൊരു തരികിട കാണിച്ചു. അങ്ങനെയല്ല, പുള്ളി നല്ല ഇൻവെസ്റ്റ്മെൻറ്റുകളൊക്കെ തന്നെയാണ് അന്ന് നടത്തിയിരുന്നത്.